കുറേയൊക്കെ അവർ ആകാശത്ത് തന്നെ അടിച്ച് കളയും, ചിലതൊക്കെ വന്ന് വീഴുന്നുണ്ട്. എന്നാൽ ഇപ്പം ഹൂത്തികളുടെ ഉള്ളത് വളരെ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ ആയതുകൊണ്ട് അത് മിക്കവാറും ഒക്കെ തന്നെ ഇസ്രായേലിന്റെ പ്രദേശത്ത് വീഴുന്നുണ്ട്. അതുകൊണ്ടല്ല പഴയ പോലെ ഇസ്രായേലിന്റെ അയൺ ഡോം കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇപ്പം എല്ലാം അടിച്ചു തീർത്തല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ മിസൈലുകൾ വീഴാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണല്ലോ ഈ എയർബേസിലും ഈ ബാലിസ്റ്റിക് മിസൈൽ വന്ന് വീഴാൻ കാരണമായത്. അതിരൂക്ഷമായി മിസൈലുകളുടെ വരവ് കണ്ട് ബെർഷേബ, ഈ ഡിമോണ എന്ന ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള ഇവയെല്ലാം ഇസ്രായേലിന്റെ തെക്കൻ ഭാഗങ്ങളിലുള്ള പട്ടണങ്ങളാണ്. ഈ പട്ടണങ്ങളിലെല്ലാം സൈറനുകൾ മുഴങ്ങുകയും ആയിരക്കണക്കിന് ആളുകൾ അഭയം തേടി ബങ്കറിലേക്ക് ഒളിച്ചതായും ഈ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. മിസൈലുകളെ തടഞ്ഞുവെന്ന് ഈ IDF പറയുമ്പോഴും ഈ ബെർഷബ എന്ന പ്രദേശത്താണ് ഈ ഇസ്രായേലി വ്യോമത്താവളം ഉള്ളത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ആ വ്യോമത്താവളത്തിൽ പോലും മിസൈൽ വന്ന് വീണപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ വീണിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്.